ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ജെയ്സൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നടുവിന് വേദനയുള്ളവരുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിന് താഴെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളുടെ അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മുട്ടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയ്ഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടി ഒലിക്കുന്നവർ, വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ നാമത്തെ നിരൂപമായ നാമത്തെ സ്വന്തം കർത്താവേ. ആമാശയ രോഗികള്, ക്ഷയരോഗികള് കർത്താവ്, മാരക രോഗികൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവ്, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവ്, കർത്താവ് മുഴകളുള്ളവരെ കർത്താവ്, കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസനം ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന് ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്, വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിൽ ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇയാൾത്താറെ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പോയിക്കൊണ്ട് എന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ആരാധന പിതാവേ, നന്ദി.
സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുന്നേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അറിയിപ്പുകൾ. ഒന്നാമത്തെ അറിയിപ്പ് നിങ്ങൾക്ക് രാവിലെ പറഞ്ഞതാണ്, ഇപ്പോഴും വീണ്ടും പറയുകയാണ്. അതായത്